ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ചെടി എന്ന് പറഞ്ഞാൽ ഈ ക്രാസുലേസി കുടുംബത്തിലുള്ള ഒരു സെഡം ജെൻസിൽപ്പെട്ട ചെടിയാണേ. അപ്പോൾ അതിനെ സ്റ്റോൺ ക്രോപ്സ് എന്നും മൂൺ സ്റ്റോൺ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ അതിനെപ്പറ്റി ആ ചെടിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഞാനൊരു ചിരട്ടയിലാണ് ഇത് നട്ടിരുന്നത്. അത് ചെറിയ ഒരു ഹോള് ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ചിരട്ട. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ നാൾ മുന്നേ കുറച്ച് ഇലകൾ അല്ല ചെറിയ കൊമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് നിറഞ്ഞ് ആ ചിരട്ടയിൽ ഫുള്ളായിപ്പോയി. അപ്പോൾ അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്ത്. കാരണം ഈ ചെടിയെ സംബന്ധിച്ച് ഇതിൻ്റെ തണ്ടിലും ഇലയിലും എല്ലാം വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുള്ള ചെടിയാണ്. അപ്പോൾ ഇത് കുറേ നാൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും ഈ ചെടിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഉണങ്ങിപ്പോകുമൊന്നുമില്ല. കുറേ നാൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉണങ്ങിപ്പോകുള്ളൂ. അപ്പോൾ അതിനായിട്ട് വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ലാത്ത ചെടിയാണേ. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വേരുകൾ കൂടുതൽ താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയില്ല, കുറച്ച് വേരുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വലിയ ആഴമുള്ള പോട്ടൊന്നും ആവശ്യമില്ല, ചെറിയ പോട്ടിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പിന്നെ പോട്ടി മിക്സ് വേണം നമ്മൾ ഉപയോഗിക്കാനും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മേൽമണ്ണ്, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, മണൽ. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യണം. മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പുഴമണലൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മഴവെള്ളം ഒഴുകി വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് മണൽ വന്നടിയും. അപ്പോൾ ആ മണൽ എടുത്ത് വെച്ച മണലാണേ. അപ്പോൾ അത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ട്രേയിൽ തന്നെ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. അതിന് കൂടുതൽ വേര് ആഴത്തിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് ഈ ട്രേ മതിയാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധയോടെ പിടിക്കണം. പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി തട്ടുകയോ നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇളവി പോവും. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടിയാണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണേ. പിന്നെ അത്രയ്ക്ക് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ തൈകൾ അതിൽ നിന്ന് അടർത്തി എടുക്കുന്നുണ്ട്. ഈ തൈകൾ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇലകൾ ഇട്ടിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം. പിന്നെ ഇലകൾ വെച്ചിട്ട് ആ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടായി ഇത്രയും ആയതാണേ. അല്ലാതെ ഞാൻ കൊമ്പൊടിച്ച് വെച്ചതും ഒന്നുമല്ല. ഇലകൾ ഇട്ടിട്ട് ആ ഇലകളിൽ നിന്ന് തൈകൾ പൊട്ടി വളർന്ന് ഇത്രയായതാണ് ഈ ചിരട്ടയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആ തൈകളാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ പോട്ടിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഇലയിൽ നിന്ന് പൊട്ടി മുളച്ച തൈകളാണ് ഇതെല്ലാം. അപ്പോൾ കുറേ തൈകൾ അതിൻ്റെ കുറേ ശിഖരങ്ങളായിട്ട് വരും. അപ്പോൾ ഈ ഒരു ചെടി തന്നെ മതി നമുക്കൊരു ചെറിയ ചായക്കപ്പ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോട്ടുകളുണ്ടല്ലോ, അതേപോലുള്ള പോട്ടുകളിലൊക്കെ വെക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടണം. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ നല്ല തിക്കായിട്ട് ഇത് വളർന്നു വരുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ വെച്ചിരുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെടി വെച്ചിരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ രാവിലത്തെ സൂര്യപ്രകാശം മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് ഇത് നീളത്തിന് വളർന്നു പോകും.
എന്നാൽ നേരിട്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നീണ്ടു പോകത്തില്ല. നല്ല തിക്കായിട്ട്, നല്ല ബുഷിയായിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട്, ഈ ഇലയുടെ കളറും കുറച്ച് പച്ച കളറാവാതെ കുറച്ച് ഒരു ലൈറ്റ് റെഡിഷ് കളർ പോലെ വരും. അങ്ങനത്തെ ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ പരമാവധി നേരിട്ട് പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ചെടിക്ക് കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതേമാതിരി നിവർന്ന് ഇങ്ങനെ കുറച്ച് നീളത്തിന് തണ്ട് വളർന്നിട്ട് വരും. ഓക്കെ, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇലകളിൽ നിന്ന് എങ്ങനെ തൈകൾ ഉണ്ടാക്കാം, അതെങ്ങനെ വെച്ചാലാണ് തൈകൾ ഉണ്ടാവുന്നത്, തൈകൾ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ചീഞ്ഞു പോവുമോ, എങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത്രയും ഇളക്കി ഓടിച്ച് എടുത്ത സമയത്ത് തന്നെ ഇത്രയും ഇലകൾ അതിൻ്റെ ഇളവി പോരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇലയ്ക്ക് ഡാമേജ് ഒന്നും വരാത്ത ഇല, കാരണം ആ ഇളവി വരുന്ന തണ്ടിൽ നിന്ന് ഇളകി വരുന്ന ഭാഗത്തിന് വേറെ ഡാമേജ് ഒന്നും വരാതെ അതേ രീതിയിൽ തന്നെ ഇളവി വന്ന ഇലയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ തൈകളുണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും, ഇല ചീഞ്ഞു പോവും. അപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ആ മണ്ണിൻ്റെ മുകളിൽ, പോട്ടി മിക്സിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് വേരുകൾ ഇറങ്ങുന്ന കാണാം. എന്നിട്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കൂടുതൽ ഒഴിക്കരുത്. നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ വെയിലത്ത് വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലയ്ക്കൊന്നും അത്രയും പിന്നെ പുഷ്ടി ഉണ്ടാവില്ല, ശോഷിച്ച് ഇങ്ങനെ തണ്ടൊക്കെ ശോഷിച്ച് വളർന്നു വരും. അപ്പോൾ പരമാവധി കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം. ഇത് പോളി ഹൗസിലൊക്കെ ഇരിക്കുമ്പോഴാണ് നല്ല ഭംഗിയിൽ തിക്കായിട്ട് വളർന്നു വരുന്ന കാണുന്നത്. സിറ്റ് ഔട്ടിലൊക്കെ ഒരു സ്റ്റാൻഡിനകത്ത് ട്രേയിൽ വെച്ച് ഇത് വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കുമേ. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് 19 എടുത്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റ് ആയിരിക്കും. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിനകത്ത് കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ചേർത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് കണ്ടില്ലേ ഈ വീഡിയോ, ഇതിപ്പം ഞാൻ ആ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മാസമായപ്പോൾ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അതിനകത്ത് വെച്ചിരുന്ന ആ ഇലകളും ഒക്കെ, ആ ഇലകളൊക്കെ ചരിച്ച് വെച്ചിരുന്ന എല്ലാം അതിൽ നിന്നൊക്കെ പൊടിപ്പ് വന്നിട്ടുണ്ട്, മുള വന്നിട്ട് ഇതാ കണ്ടില്ലേ നല്ല തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട്. കുഞ്ഞ് തൈകളാണേ. അപ്പോൾ ഇപ്പം നമ്മളത് എടുക്കാനൊന്നും പാടില്ല, കാരണം അതിനകത്ത് വേരൊക്കെ ഒരു വേരോ ഒക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഇത് ഞാനിങ്ങനെ തന്നെ വെക്കും, കാരണം ഈ ട്രേ ഫുള്ള് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ ഈ ട്രേ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാനും ഭംഗിയായിരിക്കും. ഏതെങ്കിലും സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഭംഗിയായിരിക്കും. അപ്പോൾ പോട്ടി മിക്സ് പറഞ്ഞു, വളപ്രയോഗം പറഞ്ഞു, സൂര്യപ്രകാശം പറഞ്ഞു, വെള്ളം പറഞ്ഞു. പിന്നെ ഇതിന് ചീയൽ രോഗം വരും. അതും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലാണ് ഫംഗസൊക്കെ പിടിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.